ഇപ്പം നമ്മളിവിടെ ഇപ്പം എന്തായാലും പറയാം കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ടു അക്ഷരം പറഞ്ഞ പോലെ അർത്ഥമില്ല. അതിനപ്പുറം ഞാൻ എന്നെ ശിക്ഷിക്കണം. കോടതി ശിക്ഷിക്കുക അല്ലെങ്കിൽ സൈബർ പോലീസ് ശിക്ഷിക്കുക എന്നുള്ളതല്ല, ഞാൻ എന്നെ ശിക്ഷിക്കേണ്ടതുണ്ട്. അതായത് അതിനുള്ള ദിവസങ്ങളിൽ ഞാനത് ചെയ്യേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മളുടെ നാക്ക് നമ്മളുടെ പിടിയിൽ നിന്ന് പോകും, നമ്മുടെ മനസ്സ് നമ്മുടെ പിടിയിൽ നിന്ന് പോകും. അപ്പോൾ എനിക്കാണ് പറയുക, ചെറിയ തോതിലുള്ള ഭ്രാന്ത് അത് വലുതായി വലിയ തോതിലുള്ള ഭ്രാന്തായിട്ട് മാറും. അപ്പം അങ്ങനെ ചില സംഭവങ്ങളിലൂടെയാണ് എനിക്കിങ്ങനെ അറിയാതെ വളരെ രൂക്ഷമായിട്ട്. എന്നാന്ന് വെച്ചാൽ സാധാരണ ഞാൻ ഇതിന് പ്രിക്കോഷൻ എടുക്കാറുണ്ട്. അങ്ങനെ പ്രിക്കോഷൻ എടുത്ത് ഏകദേശം എൻ്റെ ചില രൂപരേഖ 1, 2, 3, 4 വന്നിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് കുറിച്ച് വെച്ച് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നേരത്തെ ആലോചിച്ചു. ഇതൊന്നുമില്ലാതെ കയറിയിരുന്ന, അതാണ് ഞാൻ മറ്റെന്തായാലും പറയാം, പെട്ടെന്ന് ഒന്ന് ഡ്രസ്സ് പോലും ചെയ്യാതെ കയറിയിരുന്ന് പറഞ്ഞത്. അതിലിപ്പം എനിക്ക് അങ്ങയുടെ അദ്ദേഹത്തോടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടും എൻ്റെ സഹോദരങ്ങളോടും മാപ്പ് പറയുക എന്നുള്ളതാണ്. അവരെ സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ മാപ്പ് പറയുകയാണ്, തീർച്ചയായിട്ടും മാപ്പ് പറയണം, മനസ്സുകൊണ്ടാണ്. അപ്പോൾ സ്വാമി മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞെത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത്. യൂത്ത് ലീഗിന്റെ പരാതിയിൽ കേസെടുത്തു, ഇയാളെ സ്റ്റേഷനിൽ ഹാജരാക്കി. അതിനുശേഷം ഇയാൾ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നു. കുഞ്ഞാലിക്കുട്ടി അത് പ്രശ്നമില്ല എന്ന് പറയുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇയാൾ അവിടുന്ന് തടി ഊരിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇയാൾ ഇതിൽ പറഞ്ഞു വരുന്നത്. കുഞ്ഞാലിക്കുട്ടിയെ തെറി വിളിക്കാനുള്ള ഒരു കാരണം കേൾക്കണം, അത് ഭയങ്കര വിചിത്രമാണ്. നമുക്കൊന്ന് കേട്ടോക്കാം. പക്ഷേ ഇവിടെ ഈ മുസ്ലിം കുട്ടികൾ, എനിക്ക് അത്ര ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, അവരെന്നോട് വളരെ ഷാർപ്പായിട്ട് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് വന്ന സമയത്ത്, അത് നിങ്ങളെല്ലാവരും അറിയുന്ന കാര്യമില്ല, അത് വന്നതിന് ശേഷം. അപ്പം ഞാനിത് ഈ ഗവൺമെൻറ് വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാനൊരു എന്തായാലും പറയും, ഇതുവരെയുള്ള ഗവൺമെൻറ്റിനോട് വളരെ ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന ആളാണ്. പെട്ടെന്ന് മറ്റൊരു ഗവൺമെൻറ് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയത്, ഇതോടുകൂടി ഞാനിപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് മാറാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഗവൺമെൻറ് വരുന്നത്. അതുകൂടിയിട്ട് ഞാൻ അതിനെ വിമർശിച്ച സമയത്ത് അതിൻ്റെ അടിയിൽ നീ എനിക്ക് കേരളത്തിൽ കടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തെറി ബഹളാണ് വന്നത്. അതിലും ഞാൻ എതിര് പറയുന്നില്ല, കാരണം അത് സ്വാഭാവികമാണല്ലോ, എനിക്ക് സമ്മതിച്ചപ്പോൾ ഞാൻ തെറി പറഞ്ഞില്ലേ. അങ്ങനെ വന്ന സമയത്ത് ഭയങ്കര ദേഷ്യം. ഈ ദേഷ്യം വന്നപ്പോൾ അമ്മ കുട്ടിയെ തല്ലിയ കുട്ടിയെ അമ്മയെ കെട്ടിപ്പിടിക്കും, അതുപോലെ ഞാൻ കെട്ടിപ്പിടിച്ചത് എൻ്റെ ദേഷ്യം മുഴുവൻ തലയിൽ കൊണ്ടുവച്ചത് നമ്മുടെ കാരണവരെ കുഞ്ഞാലിക്കുട്ടിയുടെ തലയിലാണ് കൊണ്ടുവച്ചത്. സ്വാഭാവികമായിട്ടൊരു മിനിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി എന്നുള്ള പേരെടുത്ത് പറഞ്ഞതൊക്കെയും ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ അത് ഭീമമായിട്ട് അബദ്ധമായിട്ട് മാറി. അപ്പം അതെല്ലാം ഇയാളെ വീഡിയോയിൽ പൊതുവെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെയാണ് നടത്താറുള്ളത്. പക്ഷെ ഇതും അങ്ങനെ ആവും എന്ന് കരുതിപ്പോയി. പക്ഷെ ഇവിടെ അയാൾക്ക് പണി പാളിട്ടോ. എന്തായാലും യൂത്ത് ലീഗ് പണി കൊടുത്തു. യൂത്ത് ലീഗ് പണി കൊടുത്തപ്പോൾ ഇയാൾക്ക് ബോധം വന്നത്, ഇത് അവസാനം മുമ്പിൽ പറയുന്നുണ്ട്, യൂത്ത് ലീഗ് ചെയ്തത് അവർ ചെയ്തത് നല്ല കാര്യമാണ്, അതുകൊണ്ട് അത്ര ആൾക്ക് ബോധം വന്നത്. സംഭവം ഉണ്ടായി അതൊരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കിയതെന്ന് സൈബർ സെല്ല് പോലീസിനോടും അവരുടെ യൂത്ത് വിങ്ങിൻ്റെ ആൾക്കാരോടും അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ തുറന്ന് പറയുകയാണ്, എനിക്കിപ്പോൾ ഉള്ളിലൊന്നുമില്ല, ഞാൻ തുറന്ന് പറയുന്നത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ പച്ചത്തറിയും എന്തൊക്കെയും പറഞ്ഞ് ഫോണിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് എത്രയോ 10,000-34,000 പേരെ കണ്ടു. എന്നെ ഇന്ന് പോലീസുകാർ അതുപോലെ കംപ്ലയിൻറ്റ് വന്നില്ലായിരുന്നെങ്കിൽ, പോലീസുകാർ ഫർദറായിട്ട് ആക്ഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്കൊരു ഔത്സുക്യം തോന്നിനെ, എന്നാൽ ഞാൻ അടുത്തത് ഇടാൻ തോന്നിനെ. പക്ഷേ ഇവിടെ വെച്ച് ഈശ്വരകൃപ എന്ന് പറയാം, അത് തടയപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പോലീസുകാരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ അതാ പറഞ്ഞത്, നിങ്ങൾ ചെയ്തത് വലിയൊരു ഉപകാരമായി, എന്നെ സംബന്ധിച്ചിടത്തോളം പുണ്യപ്രവൃത്തി എന്നായിട്ട് പറഞ്ഞത്. കാരണം എന്തോ മനസ്സിലൊരു വല്ലാത്തൊരു മാറ്റം വന്ന പോലെ, മനസ്സിലൊരു സുഖം വന്ന പോലെ. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശിക്ഷ അതെനിക്ക് മറക്കാൻ പറ്റില്ല. അത് വിട്ടുകളി സ്വാമി, അത് വിട്ട് ഞാനതൊന്നും അറിഞ്ഞിട്ടൊന്നും സ്വാമിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ഞാൻ DSI വിളിച്ച് പറഞ്ഞോളാം, കേട്ടോ നമുക്ക് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, ഇത്തരം കാലത്തിൽ അങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങൾ തന്നെ പറയാം, അതല്ലേ ഏറ്റവും വലിയ ശിക്ഷ. ഇത് പുതിയൊരു ഷോപ്പിംഗ് ആട്ടോ ഈ അവസാനം നടത്തുന്നത്, കണ്ടില്ലേ? അപ്പൊ എന്തായാലും യൂത്ത് ലീഗ് കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ തോന്നേണ്ടത് തോന്നി. ഇപ്പൊ പോലീസുകാർക്ക് നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ ഏതൊരു വേദിയിൽ വെച്ച് മൂപ്പർ പുകഴ്ത്തി, അപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ അഭിനന്ദിച്ചു. പിന്നെ അതുപോലെ തന്നെ KMCC മൂപ്പർക്ക് ഗൾഫിൽ പിന്നെ വലിയ ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നല്ല ആൾക്കാരാണ്, അങ്ങനത്തെവരാണ് എന്നൊക്കെ എന്നെ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. എങ്ങനെയാലും ഇപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കണ്ട് നിങ്ങൾ സൂചിപ്പിക്കണം മറ്റുള്ളവരെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കള്ള സ്വാമിയെ ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളെ പരിപാടി ഇതൊന്നും നേരം തുടങ്ങിയൊന്നല്ല, എല്ലാവർക്കെതിരെ, ഈ മുസ്ലിം വിഭാഗത്തിലെ ഒരുവിധം ആളുകൾക്കൊക്കെ എതിരെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറയണ്ടായി, കാന്തപുരം ഉസ്താദും വന്ന് തുടങ്ങിയിട്ട് അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം പാണക്കാട് തങ്ങന്മാരടക്കം പലരും ഇദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല വീഡിയോകളും അയാൾ അതിൽ നിന്ന് മുക്കിയിട്ടുണ്ട്. ഞാൻ പലതും തെരഞ്ഞു നോക്കി, അപ്പൊ പലതും അയാൾ മുക്കിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇനിയും ഇത്തരത്തിൽ വല്ല ആൾക്കാരും വല്ല ഇതും പരാതിയും കൊടുത്താലോ എന്ന് കരുതിയിട്ടാവും. എന്തായാലും സ്വാമിയുടെ ഉള്ള് നമുക്കൊക്കെ അറിയാം എന്താണ് കോലെന്നുള്ളത്. അപ്പൊ മുസ്ലിങ്ങളെ പറ്റിച്ച് മുസ്ലിങ്ങളൊപ്പം നിന്ന് അവരിൽ നിന്ന് വേണ്ടതൊക്കെ ഊറ്റിയെടുക്കുകയും പിന്നീട് അവർക്കെതിരെ തിരികുകയും ചെയ്ത ഒരു കള്ളസ്വാമി.